ഉള്ളവരെ 2026 തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം അത് അപ്രതീക്ഷിതമായിരുന്നു എന്ന് പറയാം. ഒരിക്കലും ആരും വിചാരിച്ചിരുന്നില്ല ടി.വി.കെയുടെ ഇത്ര വലിയ വിജയം. ഒരുപക്ഷെ ആക്സിസ് മൈൻഡ് ഒഴിച്ചുള്ള എല്ലാ സർവേകളും പറഞ്ഞത് ടി.വി.കെ ഒരു രണ്ടോ മൂന്നോ സീറ്റുകൾ, മാക്സിമം പോയാൽ 13 സീറ്റ്, അതിനപ്പുറം നേടുമെന്ന് ഒരു സർവേയും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ 98 മുതൽ 120 വരെ സീറ്റുകൾ നേടാമെന്ന് പറഞ്ഞത് ആക്സിസ് മൈൻഡ് ആയിരുന്നു. അതിന് കാരണവുമുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള 39 സീറ്റിൽ 39 സീറ്റും ഡി എം കെയും കോൺഗ്രസും ഉൾപ്പെടുന്ന ഡി എം കെ മുന്നണി കരസ്ഥമാക്കിയിരുന്നു, ഇന്ത്യ മുന്നണി കരസ്ഥമാക്കിയിരുന്നു. അങ്ങനെയൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ടി.വി.കെ എന്ന വിജയുടെ പാർട്ടി അധികാരത്തിലെത്തുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും കരുതിയതില്ല. പക്ഷേ തമിഴ്നാട്ടിനെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രവചനങ്ങളൊക്കെയും അസാധ്യമാണ്. എപ്പോൾ എന്താണ് ജനങ്ങൾ തീരുമാനിക്കുന്നതെന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. അതുതന്നെ സംഭവിച്ചു. ടി.വി.കെ അധികാരത്തിലെത്തി തമിഴ്നാട്ടിൽ എന്നതാണ് ഇലക്ഷൻ്റെ അവസാനം വന്ന റിസൾട്ട്. കോൺഗ്രസ് സംബന്ധിച്ച് ഈ മോശം സമയത്ത് ചെയ്യുന്നതെല്ലാം പുലിവാലാകുമെന്ന് പറയുന്നത് പോലെയായി. ടി.വി.കെ ഇലക്ഷന് തൊട്ട് മുമ്പ് കോൺഗ്രസിനെ സഖ്യത്തിലേക്ക് ക്ഷണിച്ചിരുന്നതാണ്. 67 സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കോൺഗ്രസ് അങ്ങനെ ഒരു ഇലക്ഷൻ റിസൾട്ട് പ്രതീക്ഷിച്ചില്ല. കോൺഗ്രസ് പ്രതീക്ഷിച്ചത് ഒരിക്കൽ കൂടി ഡി എം കെ സർക്കാർ അധികാരത്തിൽ വരും. 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഡി എം കെയുടെ ഭാഗമായി കോൺഗ്രസിന് അവിടെ മത്സരിച്ച് നേട്ടമുണ്ടാക്കാമെന്നാണ്. പക്ഷേ കോൺഗ്രസ് സംബന്ധിച്ച് അപ്രതീക്ഷിതമായ തിരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഉണ്ടായത്. 2021 തിരഞ്ഞെടുപ്പിൽ 18 സീറ്റുകൾ കോൺഗ്രസ് വിജയിച്ചിരുന്നുവെങ്കിൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഡി എം കെ സഖ്യത്തിൻ്റെ ഭാഗമായി നിന്ന് വെറും 5 സീറ്റുകൾ മാത്രം നേടുവാനാണ് കോൺഗ്രസിന് കഴിഞ്ഞത്. അതായത് ടി.വി.കെയുടെ വലിയ പ്രളയത്തിൽ കോൺഗ്രസിൻ്റെ 13 സീറ്റുകൾ നഷ്ടപ്പെട്ടു. അതിൽ തന്നെ 3 സീറ്റുകൾ കന്യാകുമാരി ജില്ലയിലാണ്. കേരളവുമായി ചേർന്ന് കിടക്കുന്ന കന്യാകുമാരി ജില്ലയിലാണ് 3 സീറ്റുകൾ. മധുരയിൽ ഒരു സീറ്റുണ്ട്. മധ്യ തമിഴ്നാട് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്തോറും സീറ്റുകളൊന്നും കോൺഗ്രസിനില്ല എന്നതാണ് വാസ്തവം. അതായത് ഒരു കാലത്ത് കാമരാജിനെ പോലെ മഹാരഥന്മാരായ മുഖ്യമന്ത്രിമാർ, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ ഭരിച്ചിരുന്ന സംസ്ഥാനത്ത് കോൺഗ്രസിന് ഗതികേടിൻ്റെ ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ പറയാനുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള പ്രധാനമന്ത്രിമാരെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ കിങ് മേക്കർ സ്ഥാനം വഹിച്ചിരുന്ന കാമരാജിൻ്റെ രാഷ്ട്രീയ ചാണക്യനായിരുന്ന കാമരാജിൻ്റെ സംസ്ഥാനത്ത് കോൺഗ്രസ് തകർന്നടിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായ ഒരു വാസ്തവമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കേന്ദ്രത്തിൽ 2ാം യു.പി.എ സർക്കാരിൻ്റെ കാലത്തും 1ാം യു.പി.എ സർക്കാരിൻ്റെ കാലത്തും തന്ത്രപ്രധാനമായ വകുപ്പുകൾ കൈകാര്യം ചെയ്ത കോൺഗ്രസ് മന്ത്രിമാരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചിദംബരത്തെ പോലെ ആഭ്യന്തരവും ധനകാര്യമൊക്കെ കൈകാര്യം ചെയ്ത മന്ത്രിമാരുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെയും പാർട്ടിയെ വളർത്തുന്നതിൽ പരാജയപ്പെട്ടു എന്നതാണ് കോൺഗ്രസിന് തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ തിരിച്ചടിക്ക് കാരണം. കോൺഗ്രസ് 2014 ഡി എം കെയുടെയും എ എം ഡി എം കെയുടെയും മുന്നണിയിലില്ലാതെ ഒറ്റയ്ക്ക് മത്സരിച്ച സമയത്ത് ശിവഗംഗ എന്ന് പറയുന്ന സീറ്റ്, അതായത് ചിദംബരം സ്ഥിരമായി മത്സരിച്ച് വിജയിച്ചു വരുന്ന സ്ഥലത്ത് ചിദംബരത്തിൻ്റെ മകൻ കാർത്തി ചിദംബരം 4ാം സ്ഥാനത്തായി എന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കേന്ദ്ര മന്ത്രിസഭയിലൊക്കെ വലിയ പദവി വഹിച്ചിരുന്നുവെങ്കിലും സംസ്ഥാനത്ത് ജനങ്ങളുമായി ഇടപഴകുന്നതിൽ പരാജയമായിരുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസിന് ഈ ദുരവസ്ഥ എത്തിയത് എന്ന് നമുക്ക് കാണാം. ചിദംബരത്തെയും ഒക്കെ പോലെയുള്ള നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും കോൺഗ്രസിന് വലിയ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ കഴിയാതെ പോയതാണ് ആ സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ പരാജയത്തിന് കാരണം എന്ന കാര്യത്തിൽ സംശയമില്ല. ഡി എം കെ മുന്നണിയിൽ ഒരിക്കലും കോൺഗ്രസിന് സംസ്ഥാന മന്ത്രിസഭയിൽ അംഗീകാരം ലഭിച്ചിരുന്നില്ല. പക്ഷേ ഡി എം കെ ആകട്ടെ കേന്ദ്രത്തിൽ യു.പി.എ സർക്കാരിൻ്റെ സമയത്തൊക്കെയും കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് കേന്ദ്ര മന്ത്രിസഭയിൽ മന്ത്രിമാരെ ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ കന്നിമൊഴിയൊക്കെ മന്ത്രിയായിട്ടുണ്ടായിരുന്നു. കരുണാനിധിയുടെ മകൾ അഴിമതിയൊക്കെ നടത്തിയാണ് കോൺഗ്രസിനെ ഈ ദുരവസ്ഥയിലേക്ക് എത്തിച്ചത് എന്നതും യാഥാർത്ഥ്യമാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം നമ്മൾ തമിഴ്നാട്ടിൽ പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ എ.ഡി.എം കെ മുന്നണിയുടെ ഭാഗമായിരുന്നപ്പോൾ ലോക്സഭയിലേക്ക് കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ കൊടുക്കുന്ന ഒരു സമ്പ്രദായം എ.ഡി.എം കെക്ക് ഉണ്ടായിരുന്നു. ജയലളിതയൊക്കെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ലോക്സഭയിലേക്ക് കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ കൊടുക്കുക, നിയമസഭയിലേക്ക് എ.ഡി.എം കെ കൂടുതൽ സീറ്റുകൾ മത്സരിക്കുക എന്നതായിരുന്നു എ.ഡി.എം കെയും കോൺഗ്രസും തമ്മിൽ സഖ്യമുണ്ടായ സമയത്ത് തമിഴ്നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. 1991 ഒരു സീറ്റ് വീതം നോക്കിയാൽ 39 സീറ്റ് ഈ പ്രാവശ്യത്തതുപോലെ തന്നെ അന്ന് എ.ഡി.എം കെയുടെ ഭാഗമായിരുന്നു കൊണ്ട് എ.ഡി.എം കെ കോൺഗ്രസ് മുന്നണി കരസ്ഥമാക്കിയിട്ടുണ്ട്. അതിൽ 28 എം.പിമാരും കോൺഗ്രസിൻ്റെതായിരുന്നു, 11 എം.പിമാർ മാത്രമായിരുന്നു എ.ഡി.എം.കെയുടെ. അതായത് ലോക്സഭയിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കൊടുക്കുന്ന ഒരു സമ്പ്രദായം എ.ഡി.എം.കെയുടെ ഭാഗമായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് ഡി എം കെയുടെ ഭാഗമായപ്പോൾ ഡി എം കെ കോൺഗ്രസ് സഖ്യം വന്നപ്പോൾ ഡി എം കെ
കൊടുക്കുന്ന സീറ്റുകൾ കൊണ്ട് കോൺഗ്രസ്സിന് തൃപ്തിപ്പെടേണ്ടി വന്നു എന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു ദുരവസ്ഥ. നമ്മൾ തമിഴ്നാട്ടിൽ ചർച്ച ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫലം. ADMK പിന്നെ സീറ്റുകൾ കുറയ്ക്കുവാൻ കാരണം, ADMK ആയാലും DMK ആയാലും പിന്നീട് സീറ്റുകൾ കുറയ്ക്കുന്നതിന് കാരണം മൂപ്പനാരൊക്കെ കോൺഗ്രസ് വിട്ട് പിന്നീട് തമിഴ് മാനില കോൺഗ്രസ് ഒക്കെ രൂപീകരിച്ചത് കൊണ്ട് കോൺഗ്രസ്സിന് സംസ്ഥാനത്ത് ഒരുപക്ഷെ ശക്തി കുറഞ്ഞു എന്ന ഒരു വിലയിരുത്തൽ കൊണ്ടൊക്കെ ആയിരിക്കാം. എന്തായാലും കോൺഗ്രസ് സംബന്ധിച്ച് സംസ്ഥാനത്ത് ഉയർത്തെഴുന്നേൽപ്പിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. ഒരുപക്ഷെ വിജയുടെ TVK മുന്നണിയുടെ ഭാഗമാകുന്നതോടുകൂടി കൂടുതൽ പ്രാതിനിധ്യം ലോക്സഭയിലും നിയമസഭയിലും കോൺഗ്രസിന് കിട്ടിയേക്കാം എന്ന രാഷ്ട്രീയ വിശകലനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം വിജയുടെ ഒരു രാഷ്ട്രീയ സ്വഭാവം അത് കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു എന്നൊക്കെ തമിഴ്നാട്ടിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ ഒരു ഇഷ്ടത്തോഴനും ഫാനുമൊക്കെയാണ് വിജയ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് കൂടുതൽ പ്രാതിനിധ്യം നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ ലഭിച്ചേക്കാം. ഇപ്പോൾ തന്നെ ആകെ 5 MLA-മാരാണുള്ളത്. അതിൽ 2 പേർ മന്ത്രിമാരാണ് എന്ന ഒരു വസ്തുത പുറത്തു വരികയാണ്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സിന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രാതിനിധ്യം ഈ അടുത്ത സമയത്ത് മൂപ്പനാർ മുഖ്യമന്ത്രിയായതിനു ശേഷം നിയമസഭയിൽ മന്ത്രിസഭയിൽ ഒന്നും പ്രാതിനിധ്യം കിട്ടിയിരുന്നില്ല കോൺഗ്രസ്സിന്. ഇപ്പോൾ ആ പ്രാതിനിധ്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ തമിഴ്നാട്ടിലെ ഒരു തിരിച്ചുവരവിൻ്റെ തുടക്കമായി നമുക്ക് വിലയിരുത്താം. പക്ഷേ ലോക്സഭയെ സംബന്ധിച്ച് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് DMK ഇന്ത്യ മുന്നണിയുടെ വിട്ടുപോകുവാൻ തീരുമാനിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസുമായി ലോക്സഭയിൽ അടുത്തടുത്ത സീറ്റുകളാണ് അവർ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ അവർ ലോക്സഭാ സ്പീക്കർക്ക് കത്ത് കൊടുത്തിരിക്കുന്നു. കോൺഗ്രസിന് അടുത്ത് തങ്ങൾക്ക് ഇനി സീറ്റുകൾ വേണ്ട, അതായത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുവാൻ തങ്ങൾക്ക് താല്പര്യമെന്ന ഇല്ല എന്ന രീതിയിൽ അവർ സ്പീക്കർക്ക് കത്ത് കൊടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. മാത്രമല്ല ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ലോക്സഭയിൽ വന്നപ്പോൾ അവർ മറ്റു പ്രതിപക്ഷ കക്ഷികളോടൊപ്പം ഇന്ത്യ മുന്നണിയിലെ മറ്റു പ്രതിപക്ഷ കക്ഷികളോടൊപ്പം ലോക്സഭ വിട്ടുപോകുന്ന ഒരു സന്ദർഭം ഉണ്ടായില്ല. മാത്രമല്ല അവർ ചർച്ചയിൽ പങ്കെടുക്കുകയാണുണ്ടായത്. അതായത് DMKയുടെ ഒരു നിലപാട് ഇന്ത്യ മുന്നണിക്ക് വിരുദ്ധമായി, ഒരുപക്ഷെ DMK ഇന്ത്യ മുന്നണി വിട്ടേക്കാം എന്ന രീതിയിൽ ചർച്ചകൾ ഉയരുന്നതോടൊപ്പം തന്നെ TVK കുറച്ചുകൂടി സ്പഷ്ടമായി ഇന്ത്യ മുന്നണിയിലേക്ക് വരുന്നു എന്ന ഒരു ചർച്ചയും ഉയരുന്നുണ്ട്. പക്ഷേ തമിഴ്നാടിനെ സംബന്ധിച്ച് AIADMK, DMK, TVK ഈ കൂട്ടപ്പൊരിച്ചിലിനിടയിൽ 2024 ഒരു ലോക്സഭാ റിസൾട്ട് 2029 ഉണ്ടാകുവാൻ സാധ്യതയില്ല. DMKയും വളരെ ശക്തമായ വേരോട്ടമുള്ള ഒരു മുന്നണിയാണ്. അതുപോലെ AIADMKയും വളരെ ശക്തമായ വേരോട്ടം ഉണ്ട്. അതിനിടയ്ക്ക് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലെ പോലെ ഒരു 39 സീറ്റ് ഇന്ത്യ മുന്നണിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കും അവിടെ കിട്ടുവാൻ സാധ്യതയില്ല തമിഴ്നാട്ടിൽ എന്നത് കോൺഗ്രസ് സംബന്ധിച്ച് ഒരു വിലങ്ങുതടിയായി നിൽക്കുന്നു. പക്ഷേ ഇൻഡിവിജ്വലായിട്ട് കോൺഗ്രസിൻ്റെ ഒരു സീറ്റ് അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ കൂട്ടാൻ പറ്റും എന്ന് തന്നെയാണ് രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെ വരുന്നത്. കാരണം ഇപ്പോഴുള്ള 9 സീറ്റാണ് ലോക്സഭയിൽ കോൺഗ്രസിന്. അതൊരു പക്ഷേ 15-16 സീറ്റൊക്കെ ആയിട്ട് വർദ്ധിക്കാൻ പറ്റും. പക്ഷേ ടോട്ടലായിട്ടുള്ള ഒരു ഇന്ത്യ മുന്നണിയുടെ പ്രകടനം തമിഴ്നാട്ടിൽ എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിൽ ഡൗട്ടുണ്ട് എന്നതാണ് വസ്തുത. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങണം. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.